എന്താണ് വേട്ടോൺ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ? നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ കുട്ടികളുടെ ഇടയിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, അതായത് ആവശ്യമില്ലാത്ത ഉപയോഗം വളരെയധികം കൂടി വരിക എന്നുള്ളത്. അത് കാരണം കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ് ആണ് കുട്ടികൾ പാരൻസുമായിട്ട് ബോണ്ടിങ് ഇല്ലാതിരിക്കുക, കുട്ടികളുടെ സ്കിൽസ് കുറഞ്ഞു വരിക, അനുസരിച്ചുള്ള റൂട്ടീന്, അതേപോലെ തന്നെ കുട്ടികൾക്ക് നല്ല ഹാബിറ്റും അതേപോലെ തന്നെ നല്ല ഹോബീസും ഇല്ലാത്ത പ്രശ്നങ്ങൾ. സോ ഈ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷനാണ് വേട്ടോൺ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ കുട്ടികൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ ഈ കമ്പനി 2023 നവംബർ മാസം 12-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഏകദേശം വേട്ടൂരിൽ വെറും 5 സ്റ്റാഫുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ 2026 നിൽക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം 15ഓളം സ്റ്റാഫുകളും അതേപോലെ തന്നെ 1500ഓളം കുട്ടികളെ നമുക്ക് ഓഫ്ലൈനിലും ഓൺലൈനുകളിലായിട്ട് 1500ഓളം കുട്ടികളെ നമുക്ക് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 2 സ്കൂളുകളിൽ നമുക്ക് ആഡ് ഓൺ കോഴ്സ് പോലെ കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ റീസെൻറ്റ് അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കമ്പനിയായിട്ട്, അതായത് വേറൊരു കമ്പനിയായിട്ട് നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റ് കോച്ചിങ്ങും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് റീസെൻ്റ്ലി നമ്മൾ വേട്ടോൺ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ വിഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുട്ടികളുടെ മൊബൈൽ ഫോൺ ഓവർ യൂസേജ് എന്ന് പറയുന്ന സംഭവം നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളിൽ നിന്ന് കുറച്ചുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള സ്കിൽസ്, അവർക്ക് ആവശ്യമുള്ള ഹാബിറ്റ്സ്, അവർക്ക് ആവശ്യമുള്ള ഹോബീസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് പാരൻറ്റിങ് ബോണ്ടിങ് എന്നുള്ളത്. കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന വിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇതിലേക്കുള്ള മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ, അതായത് കുട്ടികളുടെ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്താലും അത് വേട്ടോണിൻ്റെ മിഷനിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെറിയൊരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക. സോ ആ ഒരു കുട്ടിക്ക് വേണ്ടി നിങ്ങൾ മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ട് അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് വേട്ടോണിൻ്റെ മിഷനിലേക്ക് നിങ്ങൾ അടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. സോ നിങ്ങളുടെ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് വേട്ടോണിൻ്റെ ആ ഒരു ഡെഫിനിഷൻ ഞാൻ പറഞ്ഞുതരാം. വേട്ടോൺ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറക്കുക എന്നുള്ളതല്ല, പകരം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട്, അതായത് ആവശ്യമില്ലാത്ത ഉപയോഗം കുറച്ചുകൊണ്ട് അവർക്ക് നല്ല നല്ല സ്കിൽസും ഹോബീസും ഹാബിറ്റ്സുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് വേട്ടോണിൻ്റെ വിഷൻ. അത് ക്ലിയർ ആയിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്, അത് ക്ലിയർ ആയിട്ട് നടത്തിയെടുക്കുക എന്നുള്ളതാണ് വേട്ടോണിൻ്റെ മിഷനായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ ഓഫീസ് ഡീറ്റെയിൽസിലേക്ക് പോകാം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഒരു ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഓഫീസ് ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മുടെ ഓഫീസ് വരുന്നത് പുൽക്കല്ലൂരായിരുന്നു നമ്മളുടെ ആദ്യത്തെ ഓഫീസ് വരുന്നത്. ഇപ്പോൾ നിലവിൽ പട്ടാമ്പിയാണ് വരുന്നത്. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും നമ്മളുടെ ഓഫീസിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ ഓഫീസ് നമ്പറായിട്ട് വരുന്നത് 8606231211 എന്ന് പറയുന്ന നമ്പറാണ്. ഈ നമ്പറിലേക്ക് വാട്സപ്പ് ത്രൂ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി കഴിയും. പിന്നെ നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ഇമെയിൽ ഐ ഡി കൊണ്ട് veton.gmail.com എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഡൊമൈൻ, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ veton.in എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്. സോ ഇത് നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് കയറാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേരും veton.in എന്ന് തന്നെയാണ്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുത്ത് veton.in സെർച്ച് ചെയ്യുക. അല്ലാതെ നമ്മൾ ജസ്റ്റ് കമൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും veton.in എന്നുള്ള പേരിൽ തന്നെ ഇവിടെ ഒരു ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കയറി അതിലേക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി ഈ ക്ലാസ് ഇതുവരെ കണ്ടവർ, അതായത് നമ്മളുടെ ക്ലാസ് ഇതുവരെ കണ്ട ആൾക്കാർ നിങ്ങളുടെ നെയിമും അതേപോലെ തന്നെ പ്ലേസും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ആരൊക്കെയാണ് നമ്മളുടെ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് ടീമിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അവർക്ക് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഈ ഒരു വേട്ടോണിനെ പറ്റി നിങ്ങൾ മാക്സിമം റിസർച്ച് ചെയ്യുക. ChatGPT, ഗൂഗിൾ പോലുള്ള ടൂൾസൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേട്ടോണിനെ പറ്റി മാക്സിമം റിസർച്ച് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കയറിയാൽ പോലും നമുക്ക് എന്താണ് വേട്ടോൺ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം നിങ്ങൾ റിസർച്ച് ചെയ്ത് എന്ത് ചെയ്യുക, നിങ്ങളുടെ ടീം ഹെഡ് നിങ്ങൾ അറിയിക്കുക നിങ്ങൾ എന്താണ് വേട്ടോണിനെ പറ്റി റിസർച്ച് ചെയ്ത കാര്യങ്ങൾ എന്നുള്ളത്. സോ ഇനി എന്നെപ്പറ്റി ഞാൻ പറയാം. എൻ്റെ പേര് മുഹമ്മദ് നാസിം എന്നാണ്. വൺ ഓഫ് ദ ടോപ്പ് മാനേജ്മെൻറ്റിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഞാൻ മെയിനായിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഓപ്പറേഷൻസും അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ഫീൽഡുമാണ്. സോ ഈ മാർക്കറ്റിംഗ് ഫീൽഡും അതേപോലെ തന്നെ ഓപ്പറേഷൻസ് ഹാൻഡ്ലിംഗ് ആണ് മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എൻ്റെ ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. പെട്ടെന്ന് കിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ബാക്കിയുള്ള ടീം മെമ്പേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ ഇനി വരുന്ന വഴി, അതായത് നമ്മൾ ഓരോ ദിവസം വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി കഴിയും. ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. സോ നമ്മളുടെ വേട്ടോണിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ് ഇപ്പോൾ ഇവിടെ കഴിയുന്നത്. ഇത് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയി. നിങ്ങൾ ജസ്റ്റ് ഇത്ര കാര്യങ്ങൾ മാത്രമേ നമുക്കൊരു റെക്കോർഡിംഗ് ത്രൂ നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം വേട്ടോണിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വേർഡ്സ് നമുക്ക് പറയാനുണ്ടാവും.
അത്രയും വേർഡ്സ് നിങ്ങൾക്ക് കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എല്ലാ കാര്യവും ക്യാച്ച് ചെയ്തോളണമെന്നില്ല. സോ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേട്ടോണിനെ കുറിച്ച് മാക്സിമം റിസർച്ചിന് ശേഷം ആ റിസർച്ച് ചെയ്തത് എന്താണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഞങ്ങൾക്കൊരു റിപ്പോർട്ട് പോലെ അയച്ചു തരിക. ഓക്കെ. സോ ഇനി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിലേക്ക് ഒന്ന് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒബ്ജക്റ്റീവിലേക്ക് നമ്മളെ കമ്പനി എത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് ചില മെൻറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ ക്ലാസ് എടുക്കുക, അതേപോലെ തന്നെ കുട്ടികൾ അഡ്മിഷൻസ് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നതാണ് മെൻറ്റേഴ്സിൻ്റെ ഡ്യൂട്ടി എന്നുണ്ടെങ്കിൽ. ടെലികോളേഴ്സ് ആണ് നിങ്ങളെങ്കിൽ ടെലികോളേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് വിളിച്ച് അഡ്മിഷൻസ് എടുക്കുക എന്നുള്ളതാണ്. ഇത് മാത്രമല്ല ഒരു നിങ്ങളുടെ ഡ്യൂട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാഫായിട്ട് എനിക്കൊരിക്കലും, അല്ലെങ്കിൽ സ്റ്റാഫായിട്ട് വേട്ടോൺ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ നിങ്ങളെ ആവശ്യമില്ല. പകരം നിങ്ങൾ വേട്ടോണിൻ്റെ ഒരു ഭാഗമായി, വേട്ടോണിൻ്റെ ഫാമിലിയിലത്തെ ഒരാളായിട്ടാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. സോ വേട്ടോൺ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രോത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും അത്രത്തോളം ഗ്രോത്തിൽ നിങ്ങൾ നാളെ നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ടായിരിക്കും. സോ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ലോജിക്കലി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ളത് വേട്ടോണിൽ നിങ്ങൾ അതിന് ത്രൂ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു കരിയർ ഗ്രോത്ത് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഒരു സ്റ്റാഫിന് മാത്രമായിട്ടല്ല, നമുക്കിവിടെ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്, അതായത് നിങ്ങൾക്ക് ഡെയിലി ഐഡിയാസ് കൊണ്ടുവരുന്ന, ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന, ഡെയിലി റിസർച്ച് ചെയ്യുന്ന, നമ്മുടെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന റിസർച്ച് ചെയ്യുന്ന ആൾക്കാരെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സോ നിങ്ങൾ ചെയ്യണമെന്ന് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കമ്പനിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയുമെന്ന് ആലോചിക്കുക, അതിനുശേഷം അത് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. തിങ്ക് ആൻഡ് ആക്ട് എന്നുള്ളതാണ് ഞങ്ങളിവിടെ പറയുന്നത്. അത് നന്നായിട്ട് ആലോചിക്കുക, എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട്, അത് നിങ്ങൾ ചെയ്യുകയും അത് നിങ്ങൾ ആക്ഷനാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ. നമ്മൾ ഫസ്റ്റ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആണ്. എന്താണ് വേട്ടോൺ എന്നുള്ള ചെറിയ ഒബ്ജക്റ്റീവ് പറഞ്ഞു, പിന്നെ വിഷൻ പറഞ്ഞു, പിന്നെ മിഷൻ പറഞ്ഞു, പിന്നെ നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സ്പെസിഫിക് ഡ്യൂട്ടി ഉണ്ട്. മെൻറ്ററിങ് ആണെങ്കിൽ മെൻറ്ററിങ്, ടെലികോളിംഗ് ആണെങ്കിൽ ടെലികോളിംഗ് സ്പെസിഫിക് ഡ്യൂട്ടീസ് ഉണ്ട്. ആ ഡ്യൂട്ടീസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു, നിങ്ങൾ അഡീഷണൽ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താണെന്നുള്ളത് പറഞ്ഞു തരും. ഓക്കെ. സോ ഈ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട് തരുന്നതായിരിക്കും. മാക്സിമം നിങ്ങൾ റിസർച്ച് ചെയ്യുക, റിസർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ റിപ്പോർട്ട് അയക്കുക. റിപ്പോർട്ട് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.